അതുകൊണ്ട് 16 Pro Max ആണ് മോക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നത്. തടി എന്ന് മാത്രം പറയരുത്. നിങ്ങളിപ്പോ വേണമെന്നതില്ല എന്തൊരു സാധനം. നമ്മൾ നോക്കി ആരോ കുറ്റം പറഞ്ഞുകൊണ്ട് പോണു ഗൈസ്. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. അയ്യ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവൾ നോക്കണം. അവള് ആറ് വന്ന് നമ്മൾ എന്നെ ഇടിച്ച് സർവീസിലോട്ട് ഇട്ട് നിൽക്കാൻ ഇടിച്ച് ഫോണ് കൊടുത്തു. കരയില്ല കണ്ണുനീർ പോലും ഗുഡ് മോർണിംഗ്. നമ്മള് 3 പേരുണ്ട്. ഇന്ന് വൈവയാണ് ഗൈസ്. പ്രാന്താണ്. നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഞാൻ പുതിയ ഫോൺ എടുത്തു. എന്തൊരാണ് ഇനി കളികളെല്ലാം 16 Pro Maxലായിരിക്കും ഇനി നമ്മളുടെ കളികളെല്ലാം. എങ്ങനെ കിട്ടി? സോപ്പിട്ട്. ആരാ? ഡാഡി ഉള്ള ഡാഡി റിച്ചാണ്. അതുകൊണ്ട് 16 Pro Max ആണ് മോക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നത്. ഇതേപോലത്തെ ഒരു ഡാഡീനെ എവിടെ കിട്ടും? പറ, എവിടെ കിട്ടും? എനിക്ക് കിട്ടും. നല്ല. അപ്പൊ ഇനി നമ്മള് വൈവയാണ്. ഒന്നും അറിഞ്ഞൂടാ. ഇവക്കൊന്നും അറിഞ്ഞൂടെന്നാ. ഇവള് കള്ളിയാണ് ഗൈസ്. ഇവക്ക് എല്ലാം അറിയാം. ഇവള് കള്ളിയാണ്. അപ്പൊ നീ പഠിച്ചായിരുന്നപ്പ അതേപോലെ ഗൈസ് നമ്മള് ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അയ്യോ, ഇത് നമ്മള് യൂണിഫോം ഇട്ടിട്ട് ഇറുക്കുമെന്നൊക്കെ പറയുന്നു. അപ്പൊ തടിച്ചു ഗൈസ്. ഇല്ല, തടി എന്ന് മാത്രം പറയരുത്. എനിക്ക് ഇഷ്ടമല്ല. ട്രെയിൻ പോയി. ഇനി ട്രെയിൻ പോയതിനു ശേഷം നമ്മൾ പോകുന്നതായിരിക്കും. പിന്നീട് വാപ്പ കൊണ്ടുവന്നതാണ്. നമുക്കിന്ന് ഇത് അൺബോക്സ് ചെയ്യാം. സൽമാക്കും ഫർസാക്കും വെച്ചില്ലേ? നിങ്ങളിപ്പോ വേണമെന്നതില്ല. ഇതെന്തൊരു സാധനം? അതാണ് ഞാൻ പറഞ്ഞ. തിന്നോക്ക്. ഇതൊരെണ്ണം എനിക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്തോന്നടി? തിന്നോക്ക്, ഇഷ്ടപ്പെടുമോ നോക്ക്. പോക്കറ്റ് ഇരിക്കട്ടെ ഗൈസ്. അങ്ങനെ അതിസാഹസികമായി എന്റെ വൈവ അവസാനിച്ചു. എന്റെ കഴിഞ്ഞില്ല. എൻ്റെ അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് എന്തൊക്കെയോ എന്തൊരു ചോദിച്ചെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയാൻ വയ്യ. ഞാൻ വലുതായിട്ട് റിപ്ലൈ ഒന്നും കൊടുത്തില്ല. പഠിപ്പിക്കാതെ എൻ്റെ അടുത്ത് ഫാക്ടറിങ് എന്തെന്ന് ചോദിച്ച്, വെഞ്ചർ ക്യാപിറ്റൽ ചോദിച്ച്, ലോൺ സിൻഡിക്കേഷൻ ചോദിച്ച്. അത് മറന്നുപോയി. അറിഞ്ഞൂടാ, ഞാൻ തപ്പിയിരുന്നു അവിടെ. മറന്നുപോയി ഗൈസ്. പണ്ട് എവിടെയോ പഠിച്ചൊരു ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഓർമ്മിച്ച് വെച്ചിരിക്കാൻ പറ്റൂ. ഇവരെന്താണ് ഇങ്ങനെ? ഇവർ മനസ്സിലാവത്തില്ല. ഈ പ്രോജക്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നതല്ല അവർ ചോദിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ അവിടെ എന്തൊരു തെറ്റ് എഴുതി വെച്ചോ അതാണ് അവര് ചോദിച്ചത്. ശരിയൊന്നും അവര് ചോദിച്ചില്ലല്ലേ. നമ്മൾ തെറ്റ് എന്തോന്നാണോ അതെല്ലാം അവർ ചോദിക്കുന്നത്. ഒരു കണ്ടെത്താൻ പറ്റുന്ന മനസ്സേ. ഇനിയുള്ളവരൊന്നും ഇങ്ങനെയൊന്നും ആവരുത്. നമ്മളൊക്കെ സാറായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല. ഞാനാണെങ്കിൽ പുള്ളിടത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാത്ത കഥയൊക്കെ പറഞ്ഞിട്ട് ഞാനാണ് സാറെങ്കിൽ ഞാൻ എന്തൊരു ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ വിശേഷം ചോദിക്കും. അവിടെ എന്തൊക്കെയാണ് നിങ്ങളെ ഭർത്താവിൻ്റെ പേര് ചോദിക്കും. അമ്മയെ അടിക്കുമെന്ന് ചോദിക്കും. അമ്മായിയമ്മ കല്യാണം കഴിച്ചാണെങ്കിൽ അമ്മായിയമ്മ എങ്ങനെയെന്ന് ചോദിക്കും. അമ്മായിയമ്മേനെ ഒതുക്കാനുള്ള ടിപ്സ് പറഞ്ഞു. പിന്നെ പ്രഗ്നന്റ് ആയവർക്കൊന്നും വലിയ സ്ട്രെസ് കൊടുക്കത്തില്ല. അതെങ്ങനെയുണ്ട്? അത് കൊള്ളാല്ലേ? അത് ഇനിയുള്ള സാറെല്ലാം ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ പൈസ അതൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ എനിക്കോ അറിയത്തില്ല. അത് ഞാൻ എന്നാലും എനിക്ക് ആ ടിപ്പ് അറിയാം. പക്ഷെ എങ്ങനെ ബുദ്ധിയില്ല ഗൈസ്. എന്ത് ചെയ്യാം? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. എന്തൊരു പാട്. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ടാ. പേടിച്ചതിന്റെ അത്രയൊന്നുമില്ല. നല്ല AC ഉണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല കൂളായിട്ട് കൊള്ളായിരുന്നു. AC ഉണ്ടായിരുന്നു. ഞാൻ 18ആയിരുന്നു. ഇപ്പൊ എത്ര മണിയായി എനിക്കറിഞ്ഞൂടാ.
നോക്കി ആരോ കുറ്റം പറഞ്ഞുകൊണ്ട് പോണ് ഗൈസ്. നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, അയ്യ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവൾ നോക്കണം, അവള് നമ്മളിതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് നീ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്തിനു? അവൾ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് പോകണം, ആരെ വന്നൊന്ന് നോക്കാൻ. കൂടുതൽ ജാടയൊന്നും വേണ്ട. പോട്ടെ, നമുക്ക് വേറെ പറയാം. പിന്നെ നിനക്ക് ടെൻഷനുണ്ടോ? ടെൻഷനുണ്ട്, പക്ഷേ ഒരു കാര്യം ഇതുണ്ട്. എന്തൊരു? നമ്മൾ എഴുതിയിരിക്കുന്നതല്ലേ ഒരു ചോദിക്കുന്നത്. അവരെന്ത് കൈ കൊട്ടുന്നത്? അവിടെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്നു ഗൈസ്. അതുകൊണ്ട് റിൻസ് നിന്ന് പഠിക്കുന്നു. പൊതിച്ചോറ് വിതരണം ചെയ്യുന്നോണ്ട് അതിന്റെ ഉദ്ഘാടനമായിരുന്നു. ബിരിയാണിയൊക്കെ വിതരണം ചെയ്തൂടെ പുള്ള? പൊതിച്ചോറ് മറ്റേ കനവിന്റെ മനസ്സിലായി. ആൾക്കാർ പോയി പൊതിച്ചോറ് കൊടുക്കുന്നതാണല്ലോ ആൾക്കാർ, പാവപ്പെട്ടവർക്ക്. അല്ലെങ്കിൽ പൈസ വെച്ചിട്ട് അവർ വല്ല ചെയ്ത ഇങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം ഗൈസ്, അല്ലേ? പിങ്കിയുടെ വാപ്പ വന്ന് നമുക്ക് മുട്ടായി കിട്ടി. പിന്നെ പിങ്കി ഭയങ്കര ഹാപ്പിയാണ്. പിങ്കി പറയണ കേൾക്കണം, പിങ്കിക്ക് കൈയൊക്കെ വിറയലായിരുന്നു, വിറച്ചാണ് അവള്. ഫോൺ തറയിടായിരുന്നു, എന്തോ ഒരു ഭാഗ്യം. പിങ്കി കുറെ മുട്ടായൊക്കെ കൊണ്ടുവന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക്. ഇനി തിന്നാൻ. നിന്റെ വേഗിനകത്ത് എന്തോന്നുണ്ട്? എന്റെ വേഗിനകത്ത് ലഡു ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ജിലേബി. ഷെഫീഖ് ഖാനെ കാണാൻ വന്നതല്ലേ? ഞാൻ ഇതിൽ പറയണം, എല്ലാവരും ചോദിച്ചായിരുന്നു നിനക്ക് ഗൈസ് ആക്സിഡന്റ് പറ്റിയത് എങ്ങനെയെന്ന് നമ്മൾ പറഞ്ഞുതരാം. അതായത് ഷെഫീഖ് ഖായ് ഇവളും കൂടെ അവിടെ നിൽക്കുകയായിരുന്നു, എയർപോർട്ടിൽ പോകാൻ വേണ്ടി അവിടെ നിൽക്കുകയായിരുന്നു. കടക്കൂട്ടത്തെത്തി അവിടെ നിർത്തിയപ്പം കേട്ടോ, ഞാനും ഇക്കായും വണ്ടിയുടെ അവിടെ നിൽക്കുകയായിരുന്നു, പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പൊ വേറൊരു കാറ് വന്ന് നമ്മൾ എന്നെ ഇടിച്ച് സർവീസ് റോട്ടോട്ട് വിട്ട് ഇക്കാനെ ഇടിച്ച് പറയണം. ഇക്കാനെ ഇടിച്ച് ഇക്കാക്കിപ്പം സർജറി ഒക്കെ കഴിഞ്ഞ് കുഴപ്പമില്ല, വീട്ടിൽ വന്ന് റെസ്റ്റ് പറഞ്ഞിരിക്കുക. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇക്ക ഓക്കെ ആയി വരെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇവള് ചെന്ന് നടു ഇടിച്ചായിരുന്നു ഗൈസ്. ചതവേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇക്കാക്ക് മാത്രമേ ചെറിയ കുറച്ചൊരു സീനുണ്ട്, അതൊക്കെ ശരിയായി. ഇപ്പൊ ഇക്ക റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ ഷെഫീഖ് ഓക്കെ ആയിട്ട് വരും, അല്ലേ? ഷെഫീഖ് ഓക്കെ ആയിട്ട് ബ്ലോഗിൽ നമ്മൾ കൊണ്ടുവരുന്നത്, അതാണ് നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഇവക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവള് എന്തിനാണ് ആറ്റം ബോംബിനെ എടുത്തെറിഞ്ഞാലൊന്നും സംഭവിക്കാൻ പോണില്ല ഗൈസ്, അത്രേ ഉള്ളൂ, അല്ലേ? ആറ്റം ബോംബ് എടുത്തെറിഞ്ഞാൽ പൊട്ടും. നീ പൊട്ടത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്റെ ലോജിക്ക് മനസ്സിലായി കാണുമല്ലേ? മനസ്സിലാക്കണം. എനിക്ക് ഒരു ഇതില്ല, എന്തില്ല? സമാധാനിക്കൂ. ഞാൻ സമാധാനം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആദ്യം ഒന്നും പറഞ്ഞിട്ട്. ഞാൻ നമ്മളെ കൂട്ടത്തിൽ ലാസ്റ്റ് വൈബായിട്ടുണ്ട്. അങ്ങനെ തന്നെ വേണം നിനക്ക്. ഫസ്റ്റ് ഫർസ, പിന്നെ ഇവള്, പിന്നെ സഫ, പിന്നെ പിങ്കി, പിന്നെ ഞാൻ. അതുകൊണ്ട് എനിക്കാണ് ഭയങ്കര ടെൻഷൻ. ലാസ്റ്റ് അല്ലേ? ലാസ്റ്റ് ഇത്ര ടെൻഷൻ അടിക്കാൻ എല്ലാരെയും പറഞ്ഞു അറിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഗൈസ് അവളെ വൈവ. എന്നോടെയാണ് ആ സാറിന് ദേഷ്യമെങ്കിലോ? പിന്നെ നിന്റെ കൂടെ ദേഷ്യപ്പെടാൻ തോന്നുന്നു പറഞ്ഞു പഠിക്കുന്നത്. ഓക്കെ, എല്ലാരും പഠിത്തം എന്ന് പറഞ്ഞിരിക്കുകയാണ്. പിങ്കിനെ കാണാനേ ഇല്ല. പിങ്കി എവിടെ പോയത്? പിങ്കി എവിടെ പോയാന്നു? പിങ്കി പഠിച്ചാ പിങ്കിക്ക് പ്രാന്താണ്. പിങ്കിക്ക് എക്സാം എന്ന് പറഞ്ഞാൽ പിങ്കിക്ക് ഭയങ്കര ടെൻഷൻ. എന്നിട്ട് എന്റെ അടുത്ത് പറയാണ്, നീ ടെൻഷനൊന്നും അടിക്കണ്ട, നീ പോയിട്ട് വാ. എന്നിട്ട് അവളെ കണ്ടതേ ഇല്ല. അവൾ എവിടെയാണ് എന്തോ. കഴിഞ്ഞോണ്ടൊരു സമാധാനം. ഇനി എനിക്ക് എല്ലാരെയും വീഡിയോ ഫോട്ടോയൊക്കെ എടുത്ത് നടക്കാം. ഓൾ ദ ബെസ്റ്റ് മിസ് സെൽമ. ഓക്കെ ഗൈസ്, പിന്നെ കാണാം. ബൈ ഗൈസ്. നമ്മളെ പിങ്കിയുടെ 16 Pro Max നിങ്ങൾ കണ്ടോ? നേരത്തെ നല്ലോണം കാണിച്ചു തരാൻ പറ്റിയില്ല. നമ്മള് സ്ക്രീൻ കാർഡും കാര്യങ്ങളൊന്നും ഇതുവരെയ്ക്ക് ഒട്ടിച്ചിട്ടില്ല അവള്. രാവിലെ ഒന്നും പോകാനൊന്നും പറ്റിയില്ല. ഇതില് വലിയ സ്ക്രീനാണ് ഗൈസ്. ഇങ്ങനെ ഒന്നും എഡ്ജൊക്കെ ഇത്തിരി പോലെ ഉള്ളൂ. നമ്മളിപ്പോ എന്ത് ഇതാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളെ കയ്യിൽ ഇതൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മളെ സന്തോഷം നമ്മൾ പറഞ്ഞതാണ്. നല്ല രസമുണ്ട് ഗൈസ്. ഇതിൽ നമ്മൾ എന്തൊക്കെ ഫോട്ടോ എടുത്തതെന്ന് കാണിച്ചു തരാം. ഇത് അവള് വാപ്പാടോടെ ഉമ്മാടോടെ എടുത്ത ഫോട്ടോ. ഫസ്റ്റ് ഫോൺ കിട്ടുമ്പോഴത്തേക്കും വാപ്പാടോടെ ഉമ്മാടോടെ എടുക്കണ്ടേ. ഈ വാപ്പാണ് പിങ്കിക്ക് ഫോണ് കൊടുത്ത വാപ്പ. ഇതാണ് പിങ്കിയുടെ വാപ്പ ഗൈസ്. വാപ്പയുടെ പേര് ജാക്കിർ. പിങ്കിയും വാപ്പായും സെൽഫി. ഇവിടെ മാറ്റണം എങ്ങനെ ഇത്? ഓക്കെ ഓക്കെ. ഇനി അടുത്തത് പിങ്കിയുടെ കലാപരിപാടികളാണ്. അയ്യോ, ഇത് പഠിച്ചത്. ഇനി പിങ്കിയുടെ കലാപരിപാടികളാണ്. ഫോൺ കിട്ടിയതിന്റെ ഷോ.
ഷോ ശിഷ് കൂത്ത് മാറിപ്പോ. ആ ഓക്കെ ഓക്കെ. പിന്നെ അവളെ ഷോ നമുക്ക് പിന്നെ കാണാം. പിന്നെ നമ്മളെ സെൽഫീസ്. ഓക്കെ, ക്ലാരിറ്റി ഉണ്ട് ഗൈസ്. നല്ല വെളുത്തിരിക്കുന്നു, പൂത്ത് വെളുത്തിരിക്കുന്നു. ഇത്രയും ക്ലാരിറ്റി ഇല്ലേ എന്നെ കാണിക്കാം. അവളെ പോട്ട്. ഓ, എൻ്റെ കണ്ണിൻ്റെ അകം വരെ കാണാം ഗൈസ്. നോക്കൂ, ഒരു കണ്ണിൻ്റെ അകം വരെ കാണാം. എന്തോന്ന് എൻഹാൻസ് ചെയ്യണം? കണ്ടോ, കണ്ണിൻ്റെ അകം വരെ കാണാം. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യണം. എന്റെ കണ്ണ് തന്നെ. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യണം. ഗൈസ്, അടുത്ത പിങ്കിയാണ്. അടുത്ത സഫ്വാനാണ്. അത് കഴിഞ്ഞിട്ട് പിങ്ക്. സമയമുണ്ടല്ലോ ഗൈസ്. നമ്മള് റീൽ നമ്മളെല്ലാരെയും എന്തോന്ന് കഴിഞ്ഞ് പ്രോജക്റ്റ് വൈവ കഴിഞ്ഞ് എല്ലാരെയും കഴിഞ്ഞ് കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ടെൻഷൻ അടിച്ചോലും അത്രയൊന്നും ഇല്ലായിരുന്നു. കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കുഴപ്പമില്ലായിരുന്നു. സഫ, ഇത്ര നീ ഹാപ്പി ആണെന്ന് തോന്നുന്നു. നമ്മള് റീൽ എടുക്കാൻ പോവുകയാണ് ഗൈസ്. നിങ്ങളെ കാണിച്ചു തരാം. പിങ്കി കയറി ഇരി കേൾക്കുന്ന പിങ്കിയുടെ കാലിൽ കൂടെ ചാടി നിൽക്കും. നമ്മള് ആഡിയോ കളിക്കുകയാണ്. ഓക്കെ, പറട്ടാ. ഇതിലൊക്കെ പറയണേ. അതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ടാവും ഇവിടം വരെ വന്നിട്ട് പിടിച്ചു പോയി. പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. പിരിയുന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ നൊമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ കരയല്ല കണ്ണുനീർ പോലും വിട ചൊല്ലി യാത്രയായി ഇന്നും ഓർമ്മകൾ തേങ്ങും നിമിഷം നെഞ്ചിൽ വിതുമ്പുന്നു. വണ്ടി വന്നു. അവള് വിട പറയുകയാണ്. നമ്മളടുത്തുനിന്ന് പോണ്. എന്ന് കാണും നമ്മള് വിട പറയുന്നില്ല. എന്നാലും ഇനി എന്ന് കാണും? ഫെയർവെല്ലിന് കാണാവേ. അലന്ന പിള്ളേരായിപ്പോയി. നമ്മള് അലച്ചു പലിച്ചൊക്കെ ആയിപ്പോയി. അങ്ങനെ ആയിപ്പോയി. നമ്മളിനി വീട്ടിൽ പോവാൻ പോവുകയാണ്. ഇങ്ങനെ വന്ന് നമ്മള് കൊറേ പേര് പിങ്കിടതിൽ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ട പ്രോബ്ലം. അതെ ഗൈസ്, നമ്മള് വീട്ടിൽ പോകാൻ പോവുകയാണ്. ഇനി ഇവിടെ നിന്നാൽ നമ്മൾ അടിച്ചിറക്കും. പോവാം. വിഷമിച്ചിരിക്കുകയാണ്. എന്താണ്, കോളേജ് തീർന്നു. ഇനിയെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഇനി കൊണ്ടുതന്നെ പറയാൻ ആരുമില്ലെന്ന് പറഞ്ഞോളൂ. വിഷമിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മളെ വീട്ടിൽ പോകണം. ഇപ്പൊ ഇത്രയേ ഉള്ളൂ വ്ളോഗ്. ബൈ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.